നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് എന്നും അത്ഭുതമാണ് മഞ്ജു വാര്യർ. സിനിമയേക്കാൾ നാടകീയമായി മുന്നോട്ടു പോയ ജീവിതം, പ്രതിസന്ധികളെ തരണം ചെയ്ത രീതി, ആളുകളോട് ഇടപഴകുന്ന രീതി എന്നിവയെല്ലാം ആരാധകർ ശ്രദ്ധിക്കാറുണ്ട്. കരിയറിലും മഞ്ജു വ്യത്യസ്തയാണ്. മലയാളികളുടെ മനസ്സിൽ ഓരോ ദിവസവും പ്രായം കുറയുകയും സൗന്ദര്യം കൂടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് മഞ്ജു വാര്യർ. 47-കാരിയായ മഞ്ജുവിന് ഇന്ന് ബോളിവുഡിൽ നിന്നും നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. സാധാരണ ബോളിവുഡിൽ പോലും 40 പിന്നിട്ട നായിക നടിമാർക്ക് താരമൂല്യമില്ല. എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ സൂപ്പർ താര ചിത്രങ്ങൾ എത്തുന്നത്. ഈ പ്രായത്തിലും തൻ്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മിസ്റ്റർ എക്സ് ആണ് മഞ്ജു വാര്യരുടെ പുതിയ സിനിമ. ആര്യ, ഗൗതം കാർത്തിക്, ശരത് കുമാർ എന്നീ താരങ്ങളും അണിനിരത്തുന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ജു. തമിഴകത്തെ അറിയപ്പെടുന്ന ആങ്കർ രമ്യയ്ക്കും മഞ്ജു അഭിമുഖം നൽകി. ഇപ്പോഴത്തെ അഭിമുഖത്തിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ചും നൃത്തവേദികളിൽ ഇപ്പോൾ കാണാത്തതിനെക്കുറിച്ചും മഞ്ജു നടത്തിയ വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. കുറച്ച് വർഷങ്ങളായി എനിക്ക് സ്റ്റേജ് പെർഫോമൻസുകൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഷൂട്ടുണ്ട്. ഡാൻസ് പെർഫോം ചെയ്യണമെങ്കിൽ എനിക്ക് കുറഞ്ഞത് 3 മാസത്തെ തയ്യാറെടുപ്പ് വേണം. കഠിന അധ്വാനവും സ്ഥിരമായുള്ള പരിശീലനവും വഴിയേ ഡീസൻ്റായ ഡാൻസ് പെർഫോമൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റാമിന പോയി ആദ്യത്തെ 5 മിനിറ്റിൽ തല ചുറ്റി വീഴും. പ്രാക്ടീസിന് എനിക്ക് സമയമില്ല. എനിക്ക് ഡാൻസ് ചെയ്യാനാകാത്തതിൽ പ്രത്യേകിച്ചും അമ്മയ്ക്ക് സങ്കടമുണ്ട്. എൻ്റെ ഡാൻസ് ടീച്ചർക്കും. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ അമ്മ എന്നെ ഡാൻസ് ക്ലാസ്സിന് വിട്ടതാണ്. ആ സമയത്തെ തുടങ്ങി. എങ്ങനെയോ അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. ശോഭന ചേച്ചി എൻ്റെ ഐക്കണാണ്. ശോഭന ചേച്ചിക്കൊപ്പം ഡാൻസ് ചെയ്യണമെന്നുണ്ട്. ചേച്ചിയുമായി ഒരിക്കൽ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒന്നും മെറ്റീരിയലൈസ്ഡ് ആയിട്ടില്ല. ചേച്ചിയാണ് തീരുമാനിക്കേണ്ടത്. ഒരിക്കൽ ചേച്ചിയുടെ ഡാൻസ് പെർഫോമൻസിൽ എനിക്ക് രാധയായി അവസരം തരുമോ എന്ന് ചോദിച്ചിരുന്നുവെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. മഞ്ജു വാര്യരെ വീണ്ടും ഡാൻസ് വേദികളിൽ കാണണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. മറുവശത്ത് ശോഭന ഇപ്പോഴും ഡാൻസ് വേദികളിൽ സജീവമാണ്. ഇടയ്ക്ക് സിനിമകളും ചെയ്യുന്നു. അഭിനയ രംഗത്ത് നിന്നും മാറി നിന്ന കാലത്ത് നൃത്തത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ തിരിച്ച ശോഭന നൃത്ത വിദ്യാലയവുമായി മുന്നോട്ട് പോയി. ഇടയ്ക്കിടെ സിനിമകളിൽ സാന്നിധ്യം അറിയിച്ചു. തുടരും എന്ന മലയാള സിനിമയിലും തെലുങ്ക് ചിത്രം കൽക്കി 2898 AD-യിലും ശ്രദ്ധേയ വേഷമാണ് ശോഭന ചെയ്തത്. അണിയറയിൽ ഒരുങ്ങുന്ന രാമായൺ എന്ന സിനിമയിലും ശോഭന ഒരു വേഷം ചെയ്യുന്നുണ്ട്. രജനീകാന്തിൻ്റെ അടുത്ത സിനിമയിൽ ശോഭനയാണ് നായികയെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. മഞ്ജുവും ശോഭനയും ഒരുമിച്ച് ഡാൻസ് ചെയ്താൽ ആരാധകർക്ക് മറക്കാനാകാത്ത അനുഭവമായിരിക്കും അതെന്ന് ഉറപ്പാണ്. അതേസമയം റയാൻ മിഥുനുമായുള്ള അഭിമുഖത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ്. ഉപദേശം തരാനില്ല. അമ്മയാണ് ജീവിച്ചിരിക്കുന്ന ഉദാഹരണം. അച്ഛനെയും അമ്മയും പിരിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ബോബിനും മോളിയും പോലെയായിരുന്നു. എപ്പോഴും ഒരുമിച്ചായിരുന്നു. അച്ഛൻ 2018 ക്യാൻസർ ബാധിച്ചു മരിച്ചു. അമ്മ എങ്ങനെ ഇത് മറികടക്കുമെന്നായിരുന്നു എൻ്റെയും ചേട്ടൻ്റെയും പ്രധാന ആശങ്ക. ഞങ്ങൾക്ക് ജോലിക്ക് പോകണം. അമ്മ അമ്മയുടേതായ പാഷൻ കണ്ടെത്തി. തൻ്റെ ഒറ്റപ്പെടൽ മക്കൾക്ക് ബാധ്യതയാകാതിരിക്കാൻ അമ്മ ശ്രദ്ധിച്ചു. ഡാൻസ്, മ്യൂസിക് ക്ലാസ്സുകൾക്ക് പോയി. എഴുതി. കേരളത്തിലെ പ്രമുഖ മാഗസീനിലെ കോളം റൈറ്ററാണിന്ന് അമ്മ. സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുന്നു. അമ്മ ക്യാൻസർ സർവൈവറാണ്. ഏത് പ്രായത്തിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന് അമ്മ എന്നെ കാണിച്ചു തന്നു. അമ്മ എന്നോടൊന്നും പറയുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും തൻ്റെതായ സന്തോഷം കണ്ടെത്താമെന്ന് അമ്മ എനിക്ക് കാണിച്ചു തരുന്നു. ഏത് ഉപദേശത്തെക്കാളും തനിക്ക് വലുത് അമ്മയെന്ന ഉദാഹരണമാണെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ജീവിതം വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കുള്ള ഉപദേശവും മഞ്ജു വാര്യർ പങ്കുവച്ചു. നിങ്ങൾ എത്ര ആയിരിക്കുക, അല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാത്ത ഘട്ടം വരെ നിങ്ങൾ തിരിച്ചറിയില്ല. നിങ്ങളിൽ ആ ശക്തിയുണ്ട്. അത് കണ്ടെത്തിയാൽ മതിയെന്നാണ് മഞ്ജു നൽകിയ മറുപടി. നെഗറ്റിവിറ്റിയും പ്രശ്നങ്ങളും നടക്കുമ്പോൾ അത് ബാധിക്കാതിരുന്നതിനെക്കുറിച്ച് മറ്റൊരു അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞിരുന്നു. ഒരിടത്ത് പ്രശ്നം നടക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് പോയി കാര്യങ്ങൾ മുഴുവനായി നിരീക്ഷിക്കുക. എത്ര ബാലിശമാണ് കാര്യങ്ങളെന്ന് തിരിച്ചറിയും. ഡിറ്റാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നതിൽ കംഫർട്ടബിൾ ആയാൽ സിമ്പിളാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ നേരിട്ടയാളാണ് മഞ്ജു. നടൻ ദിലീപുമായുള്ള വിവാഹമോചനവും മഞ്ജുവിനെ ഏറെ ബാധിച്ചിരുന്നു. മകൾ മീനാക്ഷി അച്ഛനൊപ്പം നിൽക്കുകയും ചെയ്തു. ഈ തീരുമാനത്തെ മഞ്ജു അംഗീകരിച്ചു. തൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നടി സംസാരിക്കാറേയില്ല. 2015-ലായിരുന്നു വിവാഹമോചനം.
വേർപിരിയലിന് ശേഷം മഞ്ജു സിനിമാ രംഗത്ത് സജീവമായി. മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. മോഹൻലാൽ നായകനായ ചിത്രം മികച്ച വിജയം നേടി. മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. അതേസമയം കഴിഞ്ഞ ദിവസം മഞ്ജുവിനെ കണ്ട ആവേശത്തിൽ കടന്നുപിടിച്ച് ചുംബിച്ച ആരാധികയുടെ വീഡിയോ വൈറലായിരുന്നു. സംഭവത്തിൽ ഇവർക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നു. അന്ന് നടന്നത് തുറന്നു പറഞ്ഞ യുവതി തന്നെ രംഗത്തെത്തിയിരുന്നു. മനസ്സിലെ ആഗ്രഹം മുന്നിൽ വന്നപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് യുവതി പറയുന്നു. കുട്ടിക്കാലം മുതൽ ഒരുപാട് ഇഷ്ടമുള്ള ചേച്ചിയാണ്. അപ്പോൾ മുതൽ മനസ്സിലുള്ളതാണ് ഒന്ന് നേരിൽ കാണാൻ. ആ ഇഷ്ടവും വളരുന്നതിനനുസരിച്ച് ഒരുപാട് വലുത് ആയിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കൂടെ ജോലി ചെയ്യുന്നവർ അവരുടെയൊക്കെ പറയും മഞ്ജു ചേച്ചിയെ നേരിട്ട് കാണണം, കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്നൊക്കെ. അന്ന് നടക്കില്ല എന്നറിയാം, എന്നാലും അത്രമേൽ ഇഷ്ടമുള്ളത് കൊണ്ട് പറയുന്നതാണ്. പക്ഷേ അത് ജീവിതത്തിൽ സത്യമായപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലെ ആഗ്രഹം അത് കണ്ണുനീരായി. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് എൻ്റെ മുന്നിൽ വന്നപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാണ്. സ്നേഹം മാത്രം മഞ്ജു ചേച്ചി. വൈറലായ വീഡിയോ പങ്കുവച്ചുകൊണ്ട് യുവതി കുറിച്ചു. മഞ്ജു വാര്യരും യുവതിയുടെ കുറിപ്പിൽ മറുപടിയുമായി എത്തി. ഒരുപാട് സ്നേഹം, നന്ദി എന്നായിരുന്നു മഞ്ജുവിൻ്റെ മറുപടി. പാലക്കാട് ജ്വല്ലറി ഉദ്ഘാടനത്തിനിടെ മഞ്ജു വേദിയിൽ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു യുവതി മഞ്ജു വാര്യരെ കടന്നുപിടിച്ച് ബലമായി ചുംബിച്ചത്. ഉദ്ഘാടനത്തിനെത്തിയ മഞ്ജുവിന് ആരാധകരുമായി സംവദിക്കാൻ സംഘാടകർ ഒരു സ്റ്റേജ് പുറത്തൊരുക്കിയിരുന്നു. ഇവിടെ നിൽക്കുമ്പോഴാണ് ഒരു ആരാധക വേദിയിലേക്ക് കയറി വന്നത് മഞ്ജുവിനെ ബലമായി ചുംബിച്ചത്. അവതാരക മീര അനിൽ ഉൾപ്പെടെ സുരക്ഷയ്ക്ക് ചുമതലയുള്ളവർ അടക്കം ചുറ്റുമുള്ളവർ ഒരു നിമിഷം നിശബ്ദരായി നിൽക്കുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു. ഉടൻ തന്നെ ബൗൺസേഴ്സ് എത്തി അവരെ വേദിയിൽ നിന്നും മാറ്റുകയായിരുന്നു. ഇത് ശരിയായ പെരുമാറ്റമല്ലെന്ന് സൂചിപ്പിച്ച അവതാരക സംസാരിക്കുന്നതും ഒപ്പം കാണാം. എന്നാൽ സംയമനം കൈവിടാതെ മഞ്ജു വീണ്ടും ആരാധകർക്കരികിലെത്തി അവർക്കൊപ്പം സെൽഫി എടുക്കുകയുണ്ടായി. എനിക്ക് മഞ്ജു ചേച്ചി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചുംബിച്ചതെന്ന് സ്ത്രീ അവിടെ നിന്നും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വേദിയിൽ നിന്ന് തന്നെ ആ സ്ത്രീയെ മഞ്ജു കൈപിടിച്ച് ആശ്വസിപ്പിച്ചു. വീഡിയോ ചർച്ചയായതോടെ നിരവധി പേരാണ് ആശങ്ക അറിയിച്ച് രംഗത്ത് വന്നത്. ഇങ്ങനെയൊരു ചടങ്ങ് നടക്കുമ്പോൾ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്നും ആളുകൾ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ എമ്പുരാനാണ് മഞ്ജുവിൻ്റെതായ അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് രഞ്ജിത്ത് സംവിധാനം ചെയ്ത ആരോ എന്ന ഹ്രസ്വ ചിത്രത്തിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആര്യ നായകനാകുന്ന മിസ്റ്റർ എക്സ് എന്ന തമിഴ് ചിത്രമാണ് മഞ്ജുവിൻ്റെ പുതിയ റിലീസ്. ആര്യ, ശരത് കുമാർ, ഗൗതം കാർത്തിക്, മഞ്ജു വാര്യർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മനു ആനന്ദാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മിസ്റ്റർ എക്സ് എന്ന സ്പൈ ആക്ഷൻ ത്രില്ലർ തമിഴ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നിരുന്നു. അതുല്യ രവി, അനഘ, റൈസ വിൽസൺ എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ഏപ്രിൽ 17 കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അരുൺ വിൻസെന്റ് നിർവഹിച്ചിരുന്നു. വിഷ്ണു വിശാൽ നായകനായ ഹിറ്റ് ചിത്രമായ FIR ശേഷം മനു ആനന്ദ് ഒരുക്കുന്ന ഈ ചിത്രം ഇന്റലിജൻസ് ലോകത്തിലെ നിഗൂഢമായ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.